തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിന് സമീപം ഉഴമലക്കൽ പഞ്ചായത്തിൽ പുളിമൂട് പ്രവർത്തിച്ചു വരുന്ന കാർമേൽ വൃദ്ധസദനത്തിൻ്റെ വിശേഷങ്ങളാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ആര്യനാട് സെക്ഷൻ പ്രസ്പിറ്റർ റവറൻഡ് സി ധർമ്മദാസിന്റെ പ്രവർത്തന ഫലമായാണ് നിരാലംബരാക്കപ്പെട്ട അമ്മമാർക്കു വേണ്ടി കാർമേൽ വൃദ്ധസദനത്തിന് 2003 ആരംഭം കുറിക്കപ്പെട്ടത്. എൻ്റെ പേര് ധർമ്മദാസ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലക്കൽ വില്ലേജിൽ പറണ്ടോട് പോങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ക്രിസ്ത്യൻ മാതാപിതാക്കളാൽ ജനിച്ചു വളരുവാൻ ഇടയായിത്തീർന്നു. വളരെ കഷ്ടതയുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിലാണ് ഞാൻ ജീവിക്കുകയും ജനിച്ച് വളർത്തപ്പെടുവാനും ഇടയായിത്തീരുന്നത്. പ്രാരംഭഘട്ടങ്ങളിൽ വളരെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ഭക്ഷണത്തിന് വേണ്ടി ഒക്കെ വളരെയധികം ഭാരം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വളരെ ക്ലേശം സഹിച്ച് വന്ന ഒരു പശ്ചാത്തലമായിരുന്നു എൻ്റേത്. ഉപജീവനത്തിന് വരെ വളരെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒരു ദൈവവിളി ഉണ്ടായതിന് ശുശ്രൂഷയ്ക്കായിട്ട് സുവിശേഷ വേലയ്ക്ക് ദൈവവിളി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ 1980 ഞാൻ മാവേലിക്കര വേർഡ് ഓഫ് ക്രൈസ്റ്റ് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. അവിടുത്തെ ദൈവവചന പഠനത്തിന് ശേഷം ഞാൻ മടങ്ങി വന്ന് 1984 വിവാഹിതനാകുകയും അതിനെ തുടർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ സംഘടനയിൽ ഞാൻ പാസ്റ്ററായി സഭാചാർജ് ഏൽക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെയും ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർന്നും ദൈവവചനം പഠിക്കുവാനായിട്ട് സഭാചാർജിലിരുന്നു കൊണ്ട് തന്നെ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം വീണ്ടും പഠിക്കുകയും അതിനോടൊപ്പം സഭാചാർജായി ദൈവവേല ചെയ്യുകയും ചെയ്തു വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി കർത്താവിൻ്റെ വേല ചെയ്യുകയും അതിനുശേഷം എൻ്റെ നെയ്യാറ്റിൻകര ആ ഭാഗങ്ങളിൽ ആയിരുന്നു ആദ്യകാല ശുശ്രൂഷകൾ ചെയ്തത്. അതിനെ തുടർന്ന് എനിക്ക് സ്ഥലം മാറ്റം ഉണ്ടായി. എൻ്റെ സ്വന്തം നാട്ടിനോട് സമീപം തന്നെ സഭാചാർജിൽ ആയി കടന്നു വരികയും എൻ്റെ വീടിനോട് അടുത്ത് തന്നെ താമസിച്ചുകൊണ്ട് ദൈവവേല സഭകളിൽ ചെയ്തു വരികയും ചെയ്തു. ആ സമയത്താണ് എനിക്ക് പ്രത്യേകമായിട്ടൊരു ദൈവനിയോഗം ഉണ്ടാകുവാനുള്ള ഇങ്ങനെ ഒരു ദൈവനിയോഗം, ഒരു വിഷൻ ഉണ്ടാകുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൃദ്ധസദനം തുടങ്ങുവാൻ ഒരു ആത്മപ്രേരണ എനിക്കുണ്ടായത്. യൗവനാരംഭത്തിൽ തന്നെ തൻ്റെ ദൈവവിളിക്കനുസരിച്ച് വചനം പഠിക്കുവാനും സുവിശേഷ വേലക്കാരനാകുവാനും വേണ്ടി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച ധർമ്മദാസ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ 25 വർഷങ്ങൾ സഭാ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്ത ശേഷമാണ് 2003 തൻ്റെ കണ്ണിൻ മുമ്പിൽപ്പെട്ട രോഗിയും വൃദ്ധനുമായ ഒരു ഭിക്ഷാടകന് അഭയം നൽകിക്കൊണ്ട് അനാഥരും നിരാലംബരുമായവർക്കു വേണ്ടിയുള്ള ദൈവിക ശുശ്രൂഷകളും ആരംഭിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് സമീപമായിട്ടൊരു ചെറിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ തന്നെ കിടക്കുന്നതായിട്ട് കാണപ്പെടുവാൻ തൊക്കെയിടയായിത്തീർന്നു. അദ്ദേഹത്തെ ആരും കൈയേക്കാതെ അവിടെ തന്നെ കിടന്നു. ഇങ്ങനെ പലരുടെയും അനുഭവം എൻ്റെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ വൃദ്ധസദനം തുടങ്ങണമെന്നുള്ള എൻ്റെ നേരത്തെ വിഷയൻ്റെ അടിസ്ഥാനത്തിലും ഈ കണ്ട കാര്യങ്ങളുടെ പ്രചോദനത്തിലും എനിക്ക് അതിനൊരു പ്രചോദനം ഉണ്ടാക്കുകയും ഞാൻ വൃദ്ധസദനം തുടങ്ങുകയും ചെയ്തു. ആദ്യം ഇങ്ങനെ ഭിക്ഷാടനം നടത്തിയ
20 വർഷം ഭിക്ഷാടനം നടത്തിയ ആൾക്കാരുണ്ട്, 18 വർഷം ഭിക്ഷാടനം നടത്തിയ ആൾക്കാരുണ്ടായിരുന്നു, 16 വർഷം ഭിക്ഷാടനം നടത്തിയ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ അടുത്താണ് ഞാൻ ഈ വൃദ്ധസദനം ആരംഭിക്കുവാനിടയായി തീർന്നത്. പ്രാരംഭത്തിൽ ഒരു വാടക കെട്ടിടത്തിലാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത്. 2003 വിശ്വാസത്താൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുകയും ഈ വൃദ്ധസദനം ആരംഭിക്കുകയും ചെയ്തു വന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ഫെയ്ത്തിൽ, വിശ്വാസത്തിൽ തന്നെയാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനേകർ ഇവിടെ വരികയും ഈ സ്ഥാപനത്തിൽ വന്ന് അവർ ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ കർത്താവിനെ കണ്ടുമുട്ടുവാനും എല്ലാം അതിനൊരു കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം അവർക്ക് വേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവത്തെ അവർ അറിയുവാനും ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനൊക്കെ അതിനുള്ളൊരു അവസരം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള പശ്ചാത്തലത്തിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. പല കെട്ടിടങ്ങളിലും മാറി മാറി എനിക്ക് ഈ സ്ഥാപനം നടത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആദ്യം ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ആരംഭിച്ച് പലപ്പോഴും വാടക കൊടുക്കുവാനും ഇവരുടേതായ ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെങ്കിലും നല്ലവരായ ചിലരൊക്കെ സഹായിക്കുവാനും ഒക്കെ മുന്നോട്ട് വന്നു. അപ്പം ഞാനൊരു പ്രാവശ്യം ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു സണ്ണീസ് കരി എന്ന് പറയുന്ന ഒരു അച്ചായനുണ്ട്. പുള്ളിയോട് ദൈവം എനിക്ക് തന്ന ദർശനത്തെക്കുറിച്ചും വിഷനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കാം, ഞാൻ സഹകരിക്കാം എന്ന് പറഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ കുറച്ച് ചില സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തുകൊണ്ട്, എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുവാൻ തക്കവണ്ണം തീർന്നു. പിന്നെ ആ സഹായവും അവിടെ നിലയ്ക്കുവാൻ ഇടയായി. മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. ഓരോ കെട്ടിടങ്ങളും മാറി മാറി ഈ സ്ഥാപനം നടത്തി വന്നു. ഒരു കെട്ടിടത്തിലായിരിക്കുമ്പോൾ അവർ 1-2 വർഷം കഴിയുമ്പോൾ അവർ പറയും ഇവിടെ, കാരണം പ്രായം ചെന്നവരാണ്, അവർ ചുവര് വൃത്തിയെടുക്കുന്നു, തറ വൃത്തികേടാകുന്നു, അതുകൊണ്ട് തുടർന്ന് ഇവിടെ നടത്താൻ പറ്റത്തില്ലെന്ന് പറയും. 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ, 2.5 വർഷങ്ങൾ കഴിയുമ്പോൾ, ചില സമയത്ത് ഈ മഴ സമയത്തൊക്കെ ആയിരിക്കും അവരെ കെട്ടിടം മാറണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ പെരുമഴത്ത് കെട്ടിടോടെ അവരെയൊക്കെ ആയിട്ട് വേറെ കെട്ടിടത്തിലേക്ക് മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3 കെട്ടിടം ഞങ്ങൾ വാടകയ്ക്കെടുക്കുകയും ആ 3 കെട്ടിടത്തിൽ നിന്നും ഞങ്ങൾ അധികം താമസിക്കാതെയൊക്കെ മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ദൈവസന്നിധാനത്തിൽ വളരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കരയുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിലവിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അനുമതി പ്രകാരമുള്ള 15 അംഗങ്ങളെ പാർപ്പിച്ച് അവർക്കാവശ്യമായ ആഹാരവും മരുന്നുകളും ചികിത്സകളും നൽകി കാർമേൽ വൃദ്ധസദനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നോ നഗരം കാണാത്തെ. ഞാൻ പറഞ്ഞുവല്ലോ, ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു വിഷമം എന്ന് പറയുമ്പോൾ, ഞാൻ ആ സ്റ്റേജിൽ കൂടെ കടന്നു വന്നുകൊണ്ടാണ് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ആ സഹതാപം ഉണ്ടായത്. കാരണം ഞാൻ അനുഭവത്തിൽ കൂടെ കടന്നു പോയതാണ്. അപ്പോൾ ഇവരിങ്ങനെ റോഡിൽ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരം തോന്നി. എനിക്ക് തികച്ചും അർഹരായുള്ളവരെ എടുത്ത് സംരക്ഷിക്കണം എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. അങ്ങനെ കള്ളിക്കാട് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അവർ അന്വേഷിച്ചിട്ട് ഒരു കൃഷ്ണപിള്ള, അദ്ദേഹത്തെ 20 വർഷം ഭിക്ഷയെടുത്ത് നടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 20 വർഷം ഭിക്ഷയെടുത്ത് നടന്നിട്ട് കടവരാന്തിയിലാണ് കിടക്കണം, അന്തി ഉറങ്ങാൻ ഇടമില്ല, സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നെയ്യാർ ഡാമിലെ അന്ന് SC ആയിരുന്ന കുട്ടപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെയുള്ളവരൊക്കെ അടുത്താണ് ഞാൻ തുടങ്ങുന്നത്, തികച്ചും അർഹരായവരെ. അപ്പോൾ ഈ ഓരോ സന്ദർഭത്തിലും നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ലാതെ വന്നപ്പോൾ കെട്ടിടം വാടകയ്ക്കെടുത്ത് ഇവരെ സംരക്ഷിച്ച് പോരുമ്പോൾ 1-2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം 3 വർഷമൊക്കെ ആകുമ്പോൾ അവർ കെട്ടിടം മാറിക്കൊടുക്കണമെന്ന് പറയും. അവരുടെ കെട്ടിടം ചീത്തയാകുന്നു, തുടർന്ന് താമസിപ്പിക്കത്തില്ല, ഉടൻ തന്നെ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തൊരു കെട്ടിടത്തിലേക്ക് പോകും.
ആ കെട്ടിടത്തിൽ പോകുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഇവിടെ ഒക്കത്തില്ല, ഇനി മാറി തരണം. ചുവര് ഭിത്തി അഴുക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്തിരുന്ന ആ ക്യാഷ് പോലും തരാതെ അതിന് പെയിൻ്റ് അടിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട അനുഭവമുണ്ട്. അതിൻ്റെ അടുത്ത് വേറൊരു കെട്ടിടത്തിൽ പോയി. ആ കെട്ടിടത്തിൽ താമസിച്ചപ്പോൾ ആ കെട്ടിടത്തിൽ നിന്നും അവിടെ മാറുവാൻ കാരണം വേറെ ഒരു പാർട്ടിക്കാർ കൂടുതൽ വാടക കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വാടക എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ കൂടുതൽ വാടക കൊടുക്കുവാൻ അന്ന് എനിക്ക് നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ വാടക കൊടുത്ത ഒരു പാർട്ടിക്കാർ എടുക്കുവാൻ തയ്യാറായി നിന്നു. അപ്പോൾ പെട്ടെന്ന് മാറാത്തതുകൊണ്ട് അന്ന് ഈ അന്തേവാസികൾക്ക് ആഹാരം വെച്ചുകൊണ്ടിരുന്ന വേവിച്ചുകൊണ്ടിരുന്ന കലം വരെ അവർ ഇറക്കി മാറ്റിച്ചു. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായി. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഇപ്രകാരം ഒരു സ്ഥലം, ഞാനിപ്പോഴായിരിക്കുന്ന സ്ഥലം ഞങ്ങൾ വാങ്ങുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയത്. ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പാങ്കാലം 5 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് വന്ന് സ്വന്തമായിട്ട് ഞാനും അന്ന് ഇവിടെ എൻ്റെ കൂടൊപ്പം ഇവരെ സംരക്ഷിക്കാൻ നിന്ന പുള്ളിക്കാരുണ്ട്, ഗോപിന്ന്, അദ്ദേഹം ഇന്നും നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഇവർക്ക് ആഹാരമെല്ലാം വെച്ച് കൊടുക്കുന്നത് പുള്ളിയും, ഗോപി എന്ന് പറഞ്ഞ പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടിയാണ്. അദ്ദേഹം കൂടെ വന്ന് ഞങ്ങൾ രണ്ടുപേരായിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ വാനം വെട്ടി ഒത്തിരി പണികൾ, നല്ല താഴ്ചയ്ക്കുള്ള സ്ഥലമായിരുന്നു. അതായത് മണ്ണ് കെട്ട് ഈ വാനം ഒത്തിരി താഴ്ത്തേണ്ട സ്ഥലമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വാനം വെട്ടി താഴ്ത്തി ഞങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ടൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ദൈവം അതാത് സമയത്തിൽ ഓരോരോ വ്യക്തികളൊക്കെ ഉപയോഗിക്കുകയും ദൈവം അങ്ങനെ ഈ സ്ഥലം വാങ്ങിക്കുവാനും ഇവിടെ ഒരു കെട്ടിടം പണിയുവാനും ദൈവം അവർക്ക് വേണ്ടി കെട്ടിടം പണിയുവാനും ദൈവം അവസരം ഒരുക്കി. അപ്പോൾ അന്നോട്ട് ഇന്നുവരെയും ഇങ്ങനെ ഉള്ള അർഹരായ മക്കൾ, മാതാപിതാക്കൾ നോക്കാതെ മക്കൾ ഉപേക്ഷിക്കുകയും ആ മക്കൾ ഉപേക്ഷിക്കുന്ന പിതാക്കന്മാരല്ല ഇപ്പോൾ ഉള്ളതെല്ലാം. നേരത്തെ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കാരണം അന്ന് 2 നിലയൊക്കെ കെട്ടിടങ്ങൾ എടുത്തിരുന്നുകൊണ്ട് ഒരു നിലയിൽ പുരുഷന്മാരും ഒരു നിലയിൽ ലേഡീസിനെയും താമസിപ്പിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വേറെ വലിയ കെട്ടിടങ്ങൾ ഒക്കാത്തതുകൊണ്ട് ഇവരെ താമസിപ്പിക്കാൻ വേണ്ടി വലിയൊരു ഹോള് പണിയുവാനും അങ്ങനെ ആ ഹോളിൽ ലേഡീസിനെ മാത്രം താമസിപ്പിക്കുവാനുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുമതി വാങ്ങുകയും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോടെ തന്നെ ഇപ്പോൾ ലേഡീസിനെ മാത്രമാണ് ഞങ്ങളിവിടെ താമസിപ്പിക്കുന്നത്, അമ്മമാരെ മാത്രമാണ് താമസിപ്പിക്കുന്നത്. അത് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ടായി. ഞങ്ങൾ നേരത്തെ ആ വാടക കെട്ടിടത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഇവിടെ വന്ന് കർത്താവിനെ കണ്ടുമുട്ടിയ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മരിക്കുമ്പോൾ ഞങ്ങൾക്കന്ന് അവരെ അടക്കം ചെയ്യുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ട്രിവാൻഡ്രം തെക്കാട്ട് ദഹിപ്പിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ അവരെ കൊണ്ടുപോയിരുന്നത്. പിന്നീട് അമ്മച്ചിമാർ അവർ പറഞ്ഞു, ഞങ്ങളെ പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചടക്കണം, ഞങ്ങളെങ്ങനെ കൊണ്ട് ദഹിപ്പിക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ആ പശ്ചാത്തലത്തിൽ വന്നവരായാലും പിന്നീട് അവർ ഇതിനോട് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അവർ മരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ ആ ഘട്ടത്തിലും ദൈവസന്നിധാനത്തിൽ വളരെയധികം വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവം ഞങ്ങൾക്ക് അവരുടെ ആഗ്രഹപ്രകാരം അവരെ മരിക്കുമ്പോൾ അടക്കം ചെയ്യുവാൻ ഒരു സ്ഥലം ദൈവം തരണമെന്ന് ഏറെ താമസിക്കാതെ തന്നെ ഒരു 6 മാസത്തിനകത്ത് തന്നെ ഞങ്ങളുടെ ഉടമലയ്ക്കൽ പഞ്ചായത്തിൽ നിന്ന് അവർ 60 സെൻറ്റ് സ്ഥലം ശവക്കോട്ടയ്ക്ക് വേണ്ടി വാങ്ങിച്ചു. ഞാൻ അവരെ സമീപിച്ചപ്പോൾ ഏതൊരു എതിർപ്പും കൂടാതെ സന്തോഷത്തോടെ അവിടെ സ്വതന്ത്രത്തോടെ ഇവിടെ മരിക്കുന്നവരെ അടക്കമുള്ള അനുമതി പഞ്ചായത്ത് അധികാരികൾ ഞങ്ങൾക്ക് നൽകി. ഇന്നും അങ്ങനെ ആ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ അവർ ഞങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ അറിയിച്ചിട്ട് ഞങ്ങൾക്ക് സ്വതന്ത്രത്തോടെ തന്നെ അവരെ അടക്കം നമ്മുടെ രീതി അനുസരിച്ച് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ലൊരു അടക്ക ശുശ്രൂഷയോടെ തന്നെ അവരെ അത് ചെയ്യുവാനുള്ള അനുമതിയുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. വാടക കെട്ടിടങ്ങൾ മാറി മാറിയുള്ള യാത്രകൾക്കൊടുവിൽ സുമനസ്സുകളായ അനേകം പേരുടെ സഹായത്താലാണ് 2015 ആര്യനാട് ഉഴമലയ്ക്കൽ നെടുമങ്ങാട് പാതയോരത്ത് പുളിമൂട് എന്ന സ്ഥലത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കാർമേൽ വൃദ്ധസദനത്തിന് സ്വന്തമായി സ്ഥലവും പാർപ്പിടവും സ്വന്തമായത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് ഈ കെട്ടിടം വച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമാകുന്നു. ഈ 15 വർഷം കൊണ്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇവിടെ തന്നെ ഞങ്ങൾ ഈ ശുശ്രൂഷ നടത്തി വരുന്നുണ്ട്. വിവിധ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്. ഇവിടെ ജാതിയോ മതമോ ഒന്നും വേർതിരിച്ചിട്ടില്ല. അർഹരായവരെ അല്ലെങ്കിൽ മറ്റുള്ളൊരാൾ തള്ളപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർ, മാനസികമായ രോഗികളുണ്ട്. ഒത്തിരി ഒരു 3-4-5 പേര് മാനസികമായ സമനില തെറ്റി ബന്ധുക്കളാൽ നോക്കാൻ പറ്റാത്ത ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പോലും വന്ന് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇവിടെ കൊണ്ടുവിട്ടിട്ട് ആരും വന്ന് നോക്കാത്തവരുണ്ട്. ഇതിനിടയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ 23 വർഷത്തോളം ആകാൻ പോകുന്നു ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പല കഷ്ടപ്പാടുകളും പല ബുദ്ധിമുട്ടുകളും പല പ്രതിസന്ധികളും ഞാൻ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് സുഖമില്ലാതാകുമ്പോഴും ചിലർ വീഴ്ചയാൽ അവരുടെ കാലുകൾക്ക് പൊട്ടലോ ഇളിപ്പൂടിന് പൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അന്വേഷിക്കുവാനും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയായ നിലയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളും ബത്തപ്പാടുകളും സഹിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും ബന്ധുക്കളാരും വന്ന് നോക്കാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോയിട്ട് ഇവിടെ കിടന്ന് മരിച്ചവരുണ്ട്. മരിച്ചിട്ട് ബന്ധുക്കളെ അറിയിച്ചിട്ട് പോലും വന്ന് നോക്കാത്ത ആൾക്കാരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു മാതാവ്, അവർ ഹിന്ദുവായിരുന്നു, വിശ്വാസത്തിലേക്ക് വന്നൊരു മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണമ്മ എന്നായിരുന്നു അവരുടെ പേര്. അവരിവിടെ വന്ന് ജീവിച്ചു. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ മകളെ അറിയിച്ചപ്പോൾ വന്നില്ല, മരണത്തിന് വന്നില്ല, അടക്കത്തിന് വന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ അത് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് ഞങ്ങളത് ചെയ്തു. എന്നാൽ മരണശേഷം പിന്നീട് ഒരു 16 ആയപ്പോൾ അവർ വന്നു. അവർ വന്നതെന്ന് പറയുമ്പം വേറെ രീതിയിലാണ് വിളിച്ചിട്ട് വന്നത്. അവരുടെ ഇവിടെ ഒരു ചിലവ് ചെയ്യാൻ ഒരു ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളതിന്, കാരണം ഇവിടെ അങ്ങനെ പലരും വന്ന് ചെയ്യാറുണ്ട്, അപ്പോൾ ഞങ്ങളതിന് അനുമതി കൊടുത്തു. ഇവിടെ വന്ന് അതെല്ലാം ചെയ്ത ശേഷമാണ് പറഞ്ഞത് ഇവിടെ കിടന്ന് മരിച്ചത് അവരുടെ അമ്മയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയ 16 തികയാണ്, അതിൻ്റെ ഒരു ചടങ്ങാണ് നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയും ഒക്കെ സംഭവിക്കേണ്ട അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളും കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാതെ ഇട്ടിരുന്ന അമ്മച്ചിമാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെയും മരണം വരെ നോക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നവർ പോയൊരു കാലം തെരുവിൻ്റെ അനാഥത്വത്തിലേക്ക് ഒരു വിഴുപ്പ് ഭാണ്ഡം കണക്കെ ഉപേക്ഷിക്കപ്പെട്ടവർ. കാര്യവട്ടം സ്വദേശിനി വിജയമ്മയ്ക്കും ഹരിപ്പാട് സ്വദേശിനി ശങ്കരി അമ്മാളും ഒക്കെ സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ കാർമേൽ വൃദ്ധസദനത്തിൽ അഭയം കണ്ടെത്തിയവരാണ്. സർവകലൈകളെല്ലാം അള്ളിത്തരുവവളേ, സർവകലൈകളെല്ലാം അള്ളിത്തരുവവളേ, സാരശ്രീ സരസ്വതി നമോസ്തുതേ അംബ ശ്രീ വരദേ. ഇന്നിവർ അനാഥരല്ല, രോഗികളല്ല. ആവശ്യമായ ചികിത്സകളും മരുന്നുകളും വസ്ത്രങ്ങളും അഭയവും നൽകി ധർമ്മദാസും ഭാര്യ വിമലയും സ്വന്തം അമ്മമാരെയും സഹോദരിമാരെയും പോലെ ഇവർക്ക് സ്നേഹത്തണൽ ഒരുക്കി നൽകുന്നു. പലരും ഇവിടെ വന്നിട്ട് അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവകൃപ പ്രാപിക്കുകയും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഞങ്ങളങ്ങനെ നിങ്ങൾ ഇന്നതായി തീരണമെന്ന് പറയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവത്തെ അവരും കണ്ടുമുട്ടുവാൻ ഇടയായി തീരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ അതിൽ നമ്മളിൽ കൂടെ കർത്താവിനെ കാണുവാൻ, നമ്മൾ സേവിക്കുന്ന ദൈവത്തെ കാണുവാൻ ഇടയായിത്തീരും. 100 വാക്കിനേക്കാൾ ഒരു പ്രവൃത്തി നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. ഇപ്പോൾ ഏകദേശം 15 വർഷം കൊണ്ട് ഞങ്ങൾ ഈ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് തന്നെ താമസിച്ച് ഞങ്ങൾ ദൈവവേല ചെയ്യുകയും
ഈ ആതുര സേവനം ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വിവിധ തരത്തിലുള്ള രോഗികളുണ്ട്. മാനസിക രോഗികളായിട്ടുള്ളവർ ഇപ്പോഴും ഒരു 3-5 പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലവിധ രോഗത്തിൽപ്പെട്ടവരും വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളും ക്ഷീണങ്ങളും അനുഭവിക്കുന്നവരാണ്. പലരുടെയും ബന്ധുക്കൾ വന്ന് നോക്കാത്തവരുണ്ട്, വന്ന് അന്വേഷിക്കാത്തവരുണ്ട്. എന്നാൽ ഇടയ്ക്ക് ബന്ധുക്കൾ വന്ന് നോക്കുന്നവരുമുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് നടത്തി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും അവളുടെ കുഞ്ഞുങ്ങളും ഇവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ മാറി താമസിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ആണ് ഞങ്ങളിത് ചെയ്തു വരുന്നത്. പലപ്പോഴും ഓരോ മാസത്തിൻ്റെ ആരംഭത്തിൽ വല്ലാത്ത ഭാരം തോന്നും. എങ്ങനെയായിരിക്കും ഇത് നടത്തേണ്ടത്, എങ്ങനെ നടത്തിക്കൊണ്ടു പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും ഞാൻ അറിയാതെ ആ മാസം ഇങ്ങനെ കഴിഞ്ഞു പോകുവാൻ തക്കോണം ഇടയായിത്തീരും. ഇപ്പോൾ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ വരാറുണ്ട്, മുസ്ലിങ്ങളും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇവിടെ വന്ന് ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ഇവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഇവർക്ക് വേണ്ടി ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ ചിലപ്പോൾ വന്ന് സ്പോൺസർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ഇവിടെ നടത്താറുണ്ട്, ആണ്ട് നടത്താറുണ്ട്. ഇങ്ങനെ ഓരോരോ പതിവായിട്ട് ഒരു പ്രാവശ്യം വരുന്നവരിനെ എല്ലാ ആ വർഷം തികയുമ്പോൾ ആ വർഷം ഇവിടെ വന്ന് ഭക്ഷണങ്ങൾ കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് വേറെ ഫണ്ടോ വലിയ സ്പോൺസർഷിപ്പുകളോ അങ്ങനെ ഒന്നുമില്ല. പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സ്ഥാപനം നടത്തി പോകുന്നതെന്ന്. ഞാൻ പറയാറുണ്ട്, കാരണം ഇതിൻ്റെ പിന്നിൽ ദൈവം തന്നെയാണ്. ദൈവം നടത്തിയതുകൊണ്ടാണ്, ദൈവം നടത്തുന്നതുകൊണ്ടാണ് ഈ 23 വർഷം കൊണ്ട് നടന്നു പോകുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഞാൻ പാസ്റ്ററായിട്ട് 40 വർഷത്തോളമായി. 40 വർഷം കൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററാണ്. ഞാനിപ്പോൾ ആര്യനാട് സെക്ഷൻ്റെ പ്രസ്ബീറ്ററാണ്. അതായത് സെൻട്രൽ പാസ്റ്റർ എന്നും പറയും, ഞങ്ങളിതിൽ പ്രസ്ബീറ്റർ എന്ന് പറയും. ഏകദേശം 10-17 സഭയുടെ ചുമതല എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെയോ സംഘടനയുടെയോ ആയിട്ടോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സഹായവും എനിക്കില്ല. സംഘടനയിൽ നിന്നോ സഭകളിൽ നിന്നോ ഒരു സഹായമോ ഒന്നുമില്ലാതെ തികച്ചും വിശ്വാസത്താലും അല്ലെങ്കിൽ മറ്റു പലരോടും ദൈവം കൽപ്പിച്ച് അങ്ങനെ അതാത് സമയങ്ങളിൽ ഇവിടെ വന്ന് ഓരോരുത്തരും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നൊക്കെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. തുടക്കത്തിലും ഇപ്പോഴും സീറോ ബാലൻസിൽ നിന്നുകൊണ്ട് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയൊരു കരുണ തന്നെ, ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ തന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തോടുണ്ട്. ദൈവം തന്നെയാണ് ഇത് നടത്തിപ്പോകുന്നത്. ഞാൻ ഒരു കാരണഭൂതൻ എന്ന് മാത്രം. ദൈവം പറഞ്ഞനുസരിച്ച് തുടങ്ങി. ദൈവം തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയും നടത്തേണ്ടുന്ന മുഖാന്തരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ അതിൻ്റെ തുടർന്നുള്ള നടത്തിപ്പിനായിട്ടും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഒക്കെ വളരെ ബലപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ എത്തപ്പെടുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ കണ്ടുമുട്ടുവാനും ഇടയായിത്തീരണം. ഒരു ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയതാണ്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിത്തം വഹിക്കാം, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സഹകരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണങ്ങളെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനേക്കാളുപരി വലിയ രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനേകരെ ഒരു 50 പേരെങ്കിലും ശുശ്രൂഷയെടുത്ത് പരിപാലിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. പക്ഷേ അതിനുള്ള സാമ്പത്തികവും സ്ഥലവും എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളിലേക്ക് ഇത്രത്തോളം നടത്തിയ ദൈവം എന്നെ ആ അനുഭവത്തിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്താൽ സുവിശേഷവേല ആരംഭിച്ച് വിശ്വാസത്താൽ നടത്തപ്പെട്ട് വിശ്വാസ ജീവിതവും സാധുജന സേവനവും ദൈവിക ശുശ്രൂഷകളുമായി ജീവിതം തുടരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് ആര്യനാട് സെക്ഷൻ പ്രസ്ബിറ്റർ റവറൻഡ് സി ധർമ്മദാസ് നേതൃത്വം നൽകുന്ന ഉഴമലക്കൽ കാർമേൽ വൃദ്ധസദനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. തുല്യം ചൊല്ലാം
അങ്ങേ